നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡർ കൊല്ലപ്പെട്ടു. IRGCയുടെ വക്താവ് അലി മുഹമ്മദ് നൈനിയാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെയുണ്ടായ US-ഇസ്രയേൽ ആക്രമണത്തിലാണ് നൈനി കൊല്ലപ്പെട്ടത്. US-നും ഇസ്രയേലിനുമെതിരെയുള്ള നൈനിയുടെ പരാമർശങ്ങൾ മാധ്യമങ്ങളിൽ വന്ന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് നൈനി കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തുവന്നിരിക്കുന്നത്. ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. IRGCയുടെ പബ്ലിക് റിലേഷൻസ് വിഭാഗത്തിന്റെ ഉപമേധാവിയാണ് അലി. ഒറ്റ ആഴ്ചക്കിടെ ഇറാന് നഷ്ടമാകുന്ന 4ാമത്തെ ഉദ്യോഗസ്ഥനാണ് അലി മുഹമ്മദ് നൈനി. നേരത്തെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മേധാവി അലി ലാരിജാനി, ഗുലാം റസ സൊലൈമാനി, ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ് എന്നിവരാണ് US-ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിനിടെ ഇസ്മായിൽ ഖാത്തിബിന്റെ മരണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയി അനുശോചിച്ചു. ശത്രുക്കൾ അനുഭവിക്കുന്ന സുരക്ഷിതത്വം ഇല്ലാതാക്കണമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന് അയച്ച സന്ദേശത്തിൽ മുസ്തഫ ഖമനേയി ആവശ്യപ്പെട്ടു. കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അലി US-നും ഇസ്രയേലിനുമെതിരെ രൂക്ഷ പ്രതികരണം നടത്തിയിരുന്നു. ഇസ്രയേലിന് കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഇറാന്റെ മിസൈൽ സേന സുസജ്ജമാണെന്നും ശത്രുക്കൾക്കായി വലിയ അത്ഭുതങ്ങൾ കാത്തുവച്ചിട്ടുണ്ടെന്നും പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അലി മുഹമ്മദ് നൈനി കൊല്ലപ്പെടുന്നത്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് വെള്ളിയാഴ്ച പുലർച്ചെ നടത്തിയ സംയുക്ത വ്യോമാക്രമണത്തിലാണ് ബ്രിഗേഡിയർ ജനറൽ റാങ്കിലുള്ള നൈനി കൊല്ലപ്പെട്ടത്. ഇറാന്റെ മിസൈൽ ഉൽപാദനം യുദ്ധകാലത്തും തടസ്സമില്ലാതെ തുടരുകയാണെന്നും മിസൈൽ ശേഖരത്തിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും നൈനി നേരത്തെ വാർത്താ ഏജൻസിയായ ഫാർസിനോട് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ മിസൈൽ വ്യവസായത്തിന് 100-ൽ 100 മാർക്കും നൽകാം. ശത്രുക്കൾക്കായി വലിയ സർപ്രൈസുകൾ വരാനിരിക്കുന്നതേയുള്ളൂ. യുദ്ധം മുറുകുന്നതോടെ ഇത് കൂടുതൽ സങ്കീർണവും തീവ്രവുമാകും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇറാന്റെ പക്കൽ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള ശേഷിയില്ല എന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാദത്തെ അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾക്കകം തന്നെ നൈനി കൊല്ലപ്പെട്ട വിവരം ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അമേരിക്കൻ സയനിസ്റ്റ് ഭീകരാക്രമണത്തിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചതായി റവല്യൂഷണറി ഗാർഡ് പ്രസ്താവനയിൽ അറിയിച്ചു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഇറാന്റെ ഉന്നത സൈനിക രാഷ്ട്രീയ നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ഇസ്രയേലും അമേരിക്കയും കടുത്ത ആക്രമണം തന്നെയാണ് നടത്തുന്നത്. ഫെബ്രുവരി 28-ന് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ്, സുരക്ഷാ മേധാവി അലി ലാരിജാനി, ബസീജ് സേന കമാൻഡർ ഗുലാം റസ സുലൈമാനി തുടങ്ങിയ പ്രമുഖരെല്ലാം വധിക്കപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വക്താവായ അലി മുഹമ്മദ് നൈനിയും കൊല്ലപ്പെടുന്നത്. ഇതോടെ ഇറാന്റെ കമാൻഡ് ഘടന പൂർണ്ണമായും തകർന്ന നിലയിലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ശക്തമായ വ്യോമാക്രമണങ്ങളെ തുടർന്ന് ഇറാന്റെ സൈനിക ശേഷി വലിയ തോതിൽ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ പ്രത്യാക്രമണ ശേഷി കുറഞ്ഞതായും യുദ്ധം അതിവേഗം അവസാനിക്കുമെന്നുമാണ് US-ന്റെയും ഇസ്രയേലിന്റെയും വിലയിരുത്തൽ. വ്യോമാക്രമണത്തെ തുടർന്ന് ഇറാന്റെ മിസൈൽ, ഡ്രോൺ ശേഷികൾ ഏതാണ്ട് ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ടതായാണ് ഇരു രാജ്യങ്ങളുടെയും കണക്കുകൂട്ടൽ. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ, എപ്പിക് ഫ്യൂറി എന്നീ സൈനിക നടപടികൾ ഇറാന്റെ സൈനിക വ്യവസായ നട്ടെല്ല് തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കിയത്. ഇതിലൂടെ ഇറാന്റെ മിസൈൽ, ഡ്രോൺ ഉൽപാദന കേന്ദ്രങ്ങൾ, സംഭരണശാലകൾ, വിതരണ ശൃംഖലകൾ എന്നിവ വ്യവസ്ഥാപിതമായി ലക്ഷ്യം വെച്ച് നശിപ്പിച്ചു. നിലവിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള അവസ്ഥയേക്കാൾ 8 മുതൽ 10% വരെയായി കുറഞ്ഞു എന്നാണ് വിവരം. യുദ്ധത്തിനു മുൻപ് 410 മുതൽ 500 വരെ മിസൈൽ ലോഞ്ചറുകൾ ഇറാന്റെ പക്കൽ ഉണ്ടായിരുന്നു. എന്നാൽ യുദ്ധം 3 വാരം കഴിഞ്ഞതോടെ ഇത് ഏകദേശം 100 മുതൽ 180 എണ്ണം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ വിക്ഷേപിക്കുന്ന മിസൈലുകളുടെ എണ്ണം താരതമ്യപ്പെടുത്തിയാണ് ഈ വിലയിരുത്തൽ നടത്തുന്നത്. ഇറാന്റെ മിസൈൽ വിക്ഷേപണ നിരക്കിൽ ഏകദേശം 90 മുതൽ 92% വരെ ഇടിവുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇറാന്റെ ഡ്രോൺ ശേഖരത്തിലും വലിയ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. യുദ്ധം തുടങ്ങിയ ശേഷം 2000-ലധികം ഡ്രോണുകൾ ഇറാൻ ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. US-ഉം ഇസ്രയേലും നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾക്കും കമാൻഡ് സെന്ററുകൾക്കും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ 80 മുതൽ 85% വരെ തകർക്കപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ അവരുടെ കമാൻഡ് ഘടനയും നാവികശേഷിയും നിലവിൽ ദുർബലമായെന്നും US-ഉം ഇസ്രയേലും വിലയിരുത്തുന്നു. ചെറിയ തോതിലുള്ളതും ഹ്രസ്വകാലത്തേക്കുള്ളതുമായ മിസൈൽ, ഡ്രോൺ വിക്ഷേപണങ്ങൾ നടത്താൻ ഇറാന് ഇപ്പോഴും സാധിക്കുമെങ്കിലും ദീർഘകാലം നീണ്ടുനിൽക്കുന്ന വലിയ ആക്രമണങ്ങൾ നടത്താനുള്ള അവരുടെ ശേഷി ഇല്ലാതായിരിക്കുകയാണ്. നദാൻസ്, ഫോർഡോ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങൾക്കും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
ഇവിടുത്തെ യുറേനിയം സമ്പുഷ്ടീകരണ ശേഷി തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. സെൻട്രിഫ്യൂജുകൾ, പവർ സിസ്റ്റങ്ങൾ, ഓപ്പറേഷണൽ ഹാളുകൾ എന്നിവയ്ക്ക് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ കേന്ദ്രങ്ങളുടെ ഉപരിതലത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അവിടേക്കുള്ള പ്രവേശന മാർഗവും തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ഫഹാനിലെ യുറേനിയം കൺവെൻഷൻ കോംപ്ലക്സിലും താലേഖാൻ ടെസ്റ്റിംഗ് സെന്ററിലും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ ശേഷി ഫലത്തിൽ തകർക്കപ്പെട്ട നിലയിൽ തന്നെയാണ്. ഇത് പുനർനിർമ്മിച്ചെടുക്കാൻ വർഷങ്ങളുടെ പ്രയത്നം വേണ്ടിവരുമെന്ന് തീർച്ചയാണ്. ഇറാന്റെ ആണവ പദ്ധതികളെ വർഷങ്ങളോളം വൈകിപ്പിക്കാൻ ഈ തിരിച്ചടി കാരണമാകും. ഇതിനിടെ ഇറാനുമായുള്ള സംഘർഷത്തിലേക്ക് യുഎസിനെ ഇസ്രയേൽ കൊണ്ടുവന്നു എന്ന ആരോപണങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഡൊണാൾഡ് ട്രംപിനോട് ആർക്കെങ്കിലും എന്ത് ചെയ്യണമെന്ന് പറയാൻ കഴിയുമോ എന്നാണ് നെതന്യാഹു ചോദിക്കുന്നത്. ഇറാൻ സംഘർഷം ജനങ്ങൾ കരുതുന്നതിലും വേഗം അവസാനിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഹോർമുസ് അടയ്ക്കാനുള്ള ഇറാന്റെ ഏതൊരു ശ്രമവും പരാജയപ്പെടുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഹോർമുസ് അടയ്ക്കുമെന്ന് പറഞ്ഞ് ഇറാൻ ലോകത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് വിലപ്പോകില്ല എന്നും നെതന്യാഹു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇറാൻ വീഴ്ചയിലേക്കാണ് പോകുന്നതെന്നും അതിന്റെ നിരവധി ലക്ഷണങ്ങൾ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നും നെതന്യാഹു അഭിപ്രായപ്പെട്ടു. ഇതേസമയം കടലിലുള്ള ഇറാൻ കപ്പലുകളുടെ എണ്ണയുടെ മേലുള്ള ഉപരോധം ഉടൻ നീക്കം ചെയ്തേക്കുമെന്നാണ് യുഎസ് പറയുന്നത്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതിനെ തുടർന്ന് എണ്ണവില വർദ്ധിക്കുന്നത് തടയാനാണ് യുഎസിന്റെ ശ്രമം. വരും ദിവസങ്ങളിൽ നിലവിൽ കടലിലുള്ള ഇറാനിയൻ എണ്ണയുടെ മേലുള്ള ഉപരോധം നീക്കിയേക്കാം. ഏകദേശം 14 കോടി ബാരലുകളുണ്ട്. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റാണ് ഇത് പറഞ്ഞത്. ഉപരോധം നീക്കുന്നതിലൂടെ ഇറാന്റെ എണ്ണ ആഗോള വിപണിയിൽ എത്തുമെന്നും ഇതോടെ അടുത്ത 14 ദിവസത്തേക്ക് എണ്ണവില വർദ്ധിക്കാതെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നും സ്കോട്ട് ബെസന്റ് പറഞ്ഞു. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുകയും ടാങ്കറുകൾ ആക്രമിക്കുകയും ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ 2 ആഴ്ചയായി എണ്ണവില ബാരലിന് $100 മുകളിലാണ്. കപ്പലുകളിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ എണ്ണ വിൽക്കാൻ അനുമതി നൽകി സമാനമായ നടപടി ട്രഷറി വകുപ്പ് അടുത്തിടെ സ്വീകരിച്ചിരുന്നു. ഇതോടെ 13 കോടി ബാരൽ എണ്ണ കൂടി ആഗോള വിപണിയിൽ എത്തിക്കാൻ കഴിഞ്ഞുവെന്നും ബെസന്റ് പറഞ്ഞു. ഇസ്രയേൽ യുഎസ് ആക്രമണത്തിന് പിന്നാലെ മാർച്ച് 2-നാണ് ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചത്. ഇതേസമയം സംഘർഷം ലഘൂകരിക്കണമെന്നാവശ്യപ്പെട്ട് 5 പ്രധാന രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി വെള്ളിയാഴ്ച ഫോണിൽ സംസാരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ്, ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ എന്നിവരുമായാണ് മോദി നിലവിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തത്. മേഖലയിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് നടക്കുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ലോകത്തിന്റെ ഊർജ്ജനാഡി എന്നറിയപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ തുടരേണ്ടതിന്റെ ആവശ്യകതയ്ക്കാണ് ചർച്ചകളിൽ പ്രധാനമന്ത്രി മോദി ഊന്നൽ നൽകിയത്. മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും എത്രയും വേഗം പുനഃസ്ഥാപിക്കാൻ സംഭാഷണത്തിന്റെയും നയതന്ത്രത്തിന്റെയും പാത സ്വീകരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. യുദ്ധം കാരണം ഇന്ധന വിതരണം തടസ്സപ്പെടുന്നത് ആഗോള സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുമെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യയുടെ പിന്തുണ നേതാക്കൾക്ക് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഇസ്രയേലുമായും ഇറാനുമായും ഇന്ത്യ പുലർത്തുന്ന നയതന്ത്ര ബന്ധം സമാധാന ചർച്ചകൾക്ക് കരുത്തു പകരുമെന്നും നിലവിലെ ആഗോള പ്രതിസന്ധിയിൽ ഒരു സമാധാന ദൂതനായി പ്രവർത്തിക്കാൻ മോദിക്ക് സാധിക്കും എന്നുമാണ് മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ഡഗ്ലസ് മക്ഗ്രേഗർ പറഞ്ഞത്. ഇസ്രയേലുമായും ഇറാനുമായും ഇന്ത്യ പുലർത്തുന്ന നയതന്ത്ര ബന്ധം സമാധാന ചർച്ചകൾക്ക് കരുത്തു പകരുമെന്നും നിലവിലെ ആഗോള പ്രതിസന്ധിയിൽ ഒരു സമാധാന ദൂതനായി പ്രവർത്തിക്കാൻ മോദിക്ക് സാധിക്കുമെന്നുമാണ് തന്റെ വിലയിരുത്തലെന്നാണ് മക്ഗ്രേഗർ പറയുന്നത്. ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ ദീർഘകാലമായുള്ള യുഎസ് ഇടപെടൽ മൂലമുണ്ടാകുന്ന സാമ്പത്തികവും ആഗോളവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ആശങ്കകൾക്കിടയിലാണ് ഈ ശുപാർശ വരുന്നത് എന്നുള്ളത് തികച്ചും ശ്രദ്ധേയം തന്നെയാണ്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽത്താനിയുമായുള്ള സംഭാഷണത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ ദോഹയ്ക്കൊപ്പമാണ് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ഗൾഫ് മേഖലയിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രവാസികളായ ഇന്ത്യൻ സമൂഹത്തിന് ഖത്തർ നൽകുന്ന പരിചരണത്തിനും പിന്തുണയ്ക്കും മോദി നന്ദി അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് വഴി സുരക്ഷിതവും സ്വതന്ത്രവുമായ ഗതാഗതം ഉറപ്പാക്കാൻ ഇന്ത്യ മുൻകൈയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിലെ യുദ്ധം ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കാനിടയുള്ള സാഹചര്യത്തിൽ മോദിയുടെ ഈ നയതന്ത്ര നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കപ്പെടുന്നത്. മലയാളി വാർത്ത ഇൻസൈറ്റ്.